ജനം വന്ന് കൂടും മദ്ദളം അടികേട്ട് അകം പൊള്ളയെന്നറിയുമ്പോഴാ പിറകോട്ട് അന്യന്റെ ധനമിൽ മോഹമായി നിനക്കെങ്കിലേ മങ്ങുന്നതാ ബറക്കത്ത് നിന്റെ ധനത്തിലേ. നവീന രീതിയിൽ ഉടലെടുത്തതിലൊന്നും പെട്ടെന്ന് ചാടരുതേ, ക്ഷമിച്ചോയെന്നും. ബലഹീനനേക്കാൾ റബ്ബിനിഷ്ടം ശക്തനാ എന്നുള്ളതും നീ നോക്ക് ഖൗലു നബിയുനാ. വേണ്ടുന്നതാണ് അജ്സാദിനെല്ലാം ഖുവ്വത്ത്, ഇല്ലാതെ വന്നാൽ സാധ്യമല്ല ഇബാദത്ത്. ത്വഅത്തിലേക്കുതകുന്ന ഏതൊരു ജോലിയും ത്വഅത്തിലുൾപ്പെടുമെന്നു തന്നാ പിന്നെയും. ചോദിച്ചു സയ്യിദുനാ അബൂദർറോട്, ഗ്രേഡുള്ള അമലേതൊന്നൊരാളതബോട്. അതു നിസ്കരിക്കുക തന്നെ പത്തിരി തിന്നലും എന്നാണ് വന്ന കലാമ് തന്റെ ജവാബിലും. ഇതുമേൽ പറഞ്ഞതിലേക്ക് സൂചനയുള്ളതാ 68 സുനൂഹയിൽ ഇത് വന്നതാ. അബുൽ ഹസൻ ഒരു ദിവസമിൽ പോകുന്നതായി, കൂടാതെ ഹസൻ ഹദ്ദാദുമുണ്ടെന്നൊപ്പമായി. ലക്ഷ്യം അബുൽ ഖാസിമു മനാവി രോഗമേ, കിടക്കുന്നു അവരെ കാണലാണ് യാത്രയിൽ. എന്തെങ്കിലും ഒരു ഹദിയ നൽകണമെന്ന് ചിന്തിച്ചു ആപ്പിൾ വാങ്ങി വഴിയിൽ നിന്ന്. അരവല്ല് വിലയാണതിനു നൽകേണ്ടുന്നത്, പണമില്ല കടവും വാങ്ങിയാ പിരിയുന്നത്. ഈ രീതിയിൽ അവർ 2 പേരും അന്ന് സന്ദർശനത്തിന് ഹളറത്തിൽ ചെല്ലുന്നു. അപ്പോൾ മഹാൻ ചോദിച്ചു, എന്താ ദുൽമിത് എനിക്കിന്ന് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? അവരിരുവരും ഇതു കേട്ടുടൻ പിന്മാറി, തമ്മിൽ പരസ്പരം ചിന്തയിൽ മുന്നേറി. വാങ്ങിച്ച പഴമിൽ കണ്ടിടാൻ മതിന്യൂനത, അതുകൊണ്ടുടൻ നമുക്കിന്ന് തീർക്കാം ബാധ്യത. കടം വീട്ടി പൈസ കൊടുത്തു വേഗം തന്നെ ഹളറത്തിലേക്കു തിരിച്ചു വീണ്ടും പിന്നെ. അവരകലെ നിന്ന് വരുന്ന വരവും കണ്ട് പറയുന്നതായി താനവരെ നോക്കിക്കൊണ്ട്, ചെന്നി കഴിയും അക്രമത്തിൽ നിന്ന് പിന്മാറുവാൻ ശ്രമിക്കുന്ന പക്ഷം ഇന്ന്. ചോദിച്ചു അവരോടേതു രീതിയിലാണിത്, വാങ്ങിച്ചു അല്പം മുമ്പ് ഇവിടെ എത്തിച്ചത്. കടവാങ്ങിയാണിതു കൊണ്ടുവന്നിട്ടുള്ളത്, വീട്ടുന്നതിൽ പിഴവാണ് ചിന്തയിൽ വന്നത്. രണ്ടാളും ഒത്തിത് വാങ്ങിയെന്നാൽ ഉള്ളിലും വീട്ടട്ടെ മറ്റവനെന്നുമാ രണ്ടാളിലും. ഞാൻ പൈസ ആരോടാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ള ചിന്തയുമാണ് വിറ്റവനുള്ളത്.
സന്തോഷവും ബഹുമാനവും അവനുണ്ട്. ചോദിക്കുവാനപ്പോൾ പ്രയാസവുമുണ്ട്. അതുകൊണ്ടു നിങ്ങൾ കൊണ്ടുവന്നതു മോശമാ, അതു സ്വീകരിച്ചാൽ പിന്നെയെന്നും നാശമാ. സുഹൃത്തുക്കളെ, ഈ ചിന്ത ദിവ്യന്മാർക്കാ, വിജയം ഇവർക്കല്ലാതെ പറയാനാർക്കാ. അറൂഹ് എന്ന കിതാബ് നോക്കതിലുള്ളതാ, 316 പറഞ്ഞിരിക്കുന്നതാ. നീ നിന്റെ ഫളിലിൽ നിന്ന് തന്നതിലൊന്നും നീക്കാതിരിക്കണമെന്റെ റബ്ബേ എന്നും. തിരുനബിയിലും ഔലാദിലും അസ്ഹാബിലും ഗുണം ചെയ്യണം